നരേന്ദ്രമോദിയുടെ കയ്യിലുള്ള രുദ്രാക്ഷമാലയിൽ ഓരോ മണിയും എടുത്ത് നരേന്ദ്രമോദി ജപിക്കുന്നതിനേക്കാൾ കൂടുതൽ തവണ നരേന്ദ്രമോദി നരേന്ദ്രമോദി എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് മാധ്യമങ്ങളാണ്. രാജ്യം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദിയുടെ ധ്യാനം. നരേന്ദ്രമോദിക്ക് വീടുണ്ട് എന്ന് വെച്ച് നരേന്ദ്രമോദി വീട്ടിലിരുന്ന് ധ്യാനിക്കണമെന്ന് പറയുന്ന ആളുകൾ ഉല്ലാസത്തിനായി ചിലരൊക്കെ തെരഞ്ഞെടുപ്പിന്റെ കേരളത്തിലെ ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ കേരളം വിട്ടുപോയല്ലോ, അതേക്കുറിച്ചൊന്നും പറയുന്നത് കണ്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും പോയപ്പോൾ ഞാൻ അന്നും എടുത്ത ടേക്ക് ഉല്ലസിക്കേണ്ടവർ ഉല്ലസിക്കാൻ പോകട്ടെ. അതുപോലെ തന്നെ ധ്യാനത്തിനാണ് നരേന്ദ്രമോദി മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത്. ആ ധ്യാനത്തിലേക്ക് നരേന്ദ്രമോദി എത്തി. ഉല്ലസിക്കാൻ പോകാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഉല്ലസിക്കാൻ പോകണമെന്നായിരിക്കാം കൂടുതൽ താല്പര്യം. അപ്പോൾ അദ്ദേഹം പോകട്ടെ, വിദേശ രാജ്യങ്ങളിൽ ഉല്ലസിക്കാൻ പോകട്ടെ. പക്ഷേ ഇന്ത്യയുടെ സ്വത്തം ഉൾക്കൊള്ളുന്ന, ഇന്ത്യ വികസിച്ച് ലോകത്തിന് മുന്നിൽ വികസിത ഭാരതമായി മാറണമെന്ന് ആഗ്രഹിക്കുന്ന നരേന്ദ്രമോദി സ്വാമി വിവേകാനന്ദൻ കണ്ട അതേ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി അതേ ഇടത്ത് വന്ന് ധ്യാനം ഇരിക്കുകയാണ്. അത് അദ്ദേഹത്തിന്റെ ചോയ്സാണ്. അതൊരു നാച്ചുറൽ ചോയ്സായി നരേന്ദ്രമോദി എടുക്കുമ്പോൾ അവിടെയല്ല, നിങ്ങൾ ഡൽഹിയിൽ നിങ്ങളുടെ വീട്ടിലിരിക്കണം, ഇവിടെ നിങ്ങളോട് ധ്യാനം ഇരിക്കാൻ നിങ്ങൾക്ക് ആരനുമതി കൊടുത്തു എന്ന ചോദ്യം നമ്മൾ ഉന്നയിക്കേണ്ടതല്ല. അത് ആ വ്യക്തിയുടെ ചോയ്സാണ്. ഇതൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റാണ് അല്ലെ? രാഷ്ട്രീയ കൊടുങ്കാറ്റായി അവസാന ലാപ്പിൽ ആഞ്ഞടിക്കുകയാണ് നരേന്ദ്രമോദിയുടെ ധ്യാനം എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. നരേന്ദ്രമോദി അവിടെ പോയി ധ്യാനം ഇരിക്കുന്നത് എന്തിനാണ്? അദ്ദേഹം ധ്യാനം ഇരിക്കുന്നത് അദ്ദേഹത്തിന് എനർജി, പോസിറ്റിവിറ്റി അത് റീഗെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അത് ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ധ്യാനിച്ചാൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയുമല്ലോ. മറ്റൊരു കാര്യം, നരേന്ദ്രമോദി കാഷായ വസ്ത്രധാരിയായി ഇരുന്ന് ധ്യാനിക്കുന്നത് അത് വിവേകാനന്ദ റോക്ക് മെമ്മോറിയലിലാണ്. സ്വാമി വിവേകാനന്ദൻ കൊൽക്കത്തയിലെ വോട്ടുകളെ സ്വാധീനിക്കും, അവിടുത്തെ ജനവിധി ബി.ജെ.പിക്ക് അനുകൂലമാകും. അത് സ്വാമി വിവേകാനന്ദന്റെ സ്മരണയിലുള്ള ഈ റോക്ക് മെമ്മോറിയൽ വന്ന് നരേന്ദ്രമോദി ധ്യാനിച്ചാലും ധ്യാനിച്ചില്ലെങ്കിലും കൊൽക്കത്തയും സൗത്ത് 24 പർഗാനാസും ഒക്കെ ഇത്തവണ ബി.ജെ.പിക്ക് അനുകൂലമായേ ചിന്തിക്കൂ എന്നുള്ളതൊരു വസ്തുതയാണ്. എനിക്ക് തോന്നുന്നത് ഇതൊരു വല്ലാത്ത നിശബ്ദ പ്രചാരണ ചതിയായി പോയി എന്റെ നരേന്ദ്രമോദിയെ. കാരണം ഈ നിശബ്ദ പ്രചാരണ വേളയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് നരേന്ദ്രമോദിയെ പറ്റിയാണ്. വാരാണസിയിലെ സ്ഥാനാർത്ഥിയായ നരേന്ദ്രമോദി, അദ്ദേഹം ക്യാമ്പയിൻ ചെയ്താൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അറ്റൻഷൻ അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. ധ്യാനം റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് മാധ്യമങ്ങളോട് പറയാൻ കഴിയില്ല എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ഒരു മീഡിയ സിഗ്നൽസ് ഒന്നും സ്റ്റോപ്പ് ചെയ്യാൻ ഇൻ ദ ഏജ് ഓഫ് മീഡിയ ടുഡേ നമുക്ക് പറ്റില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്.